നമസ്കാരം. പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് വന്നത്. എല്ലാവരും അവരവരുടേതായ രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എല്ലാവർക്കും അവനവൻ്റെ മതപ്രകാരം പ്രാർത്ഥിക്കുകയാണല്ലോ ചെയ്യാറ്. പക്ഷേ ഈ എല്ലാ പ്രാർത്ഥനയിലും ഒരു കാര്യം കോമൺ ആയിട്ടുണ്ട്. അതാണ് വ്യായാമം. പലതരം വ്യായാമങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥന എന്ന് നമ്മൾ ഓർക്കണം. അത് ശാരീരികമായ വ്യായാമം മാത്രമല്ല, മനസ്സിനും ആന്തരിക അവയവങ്ങൾക്കും എല്ലാമുള്ള വ്യായാമങ്ങൾ ഈ പ്രാർത്ഥനയിലും ആചാരങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതും നമസ്കരിക്കുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും അതുപോലെ നിസ്കരിക്കുന്നതും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതും എല്ലാം പലതരം വ്യായാമങ്ങളാണ്, ശാരീരികമായ വ്യായാമങ്ങളാണല്ലോ. അതുപോലെ തന്നെ ധ്യാനം അഥവാ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ബ്രെയിനിനുള്ള ഒരു എക്സസൈസാണ്. അതിൽ പലതരം മന്ത്രങ്ങൾ ജപിക്കുന്നതും ജപങ്ങൾ പറയുന്നതും എല്ലാം പലതരം മാനസികമായ ഒരു വ്യായാമം തന്നെയാണ്. ചാൻറ്റിങ്, എല്ലാതരം ചാൻറ്റിങ്ങും ഒരു ബ്രെയിനിനുള്ള ഒരു എക്സസൈസാണ്. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ്, എല്ലാ മതത്തിലും നോമ്പുകളും ഉപവാസങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഇത് നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു റെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് അന്നത്തെ ദിവസം കുറച്ച് ലൈറ്റായിട്ടുള്ള സാധനങ്ങൾ കഴിച്ച് റെസ്റ്റ് കൊടുക്കുന്നു. അതുകൊണ്ട് അത് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ മടിയുള്ള കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം എന്നുള്ളത്. താങ്ക് യു.